ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സർഫസ് ട്രാക്കിംഗ് ആണ്. ഇപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഒരു സിറ്റിസ്കേപ്പിലെ ഒരു ബിൽഡിങ്ങിന്റെ ഫുട്ടേജ് ആണിത്. നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും. ഒരു സിറ്റി സീൻ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടൗണിന്റെ സീൻ കാണിക്കുമ്പോൾ സിനിമയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ സ്റ്റോറിയോട് ബന്ധപ്പെട്ട എന്തെങ്കിലും പോസ്റ്റേഴ്സോ കാര്യങ്ങളോ ഒക്കെ അവിടെ കാണാം. അതെല്ലാം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്ലേസ് ചെയ്യുന്നതല്ല, ഷൂട്ട് ചെയ്തതിന് ശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിൽ ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, ഓൾറെഡി ഉള്ള ഫ്ലെക്സ് ബോർഡ്സോ അഡ്വർടൈസ്മെന്റ് ബോർഡുകളോ കാര്യങ്ങളെല്ലാം ഇവര് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇവർക്ക് വേണ്ട കണ്ടന്റ് വെച്ച് ഇവർ റീപ്ലേസ് ചെയ്യും. ഈ ഒരു ഫുട്ടേജിൽ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഈ ഒരു സൈഡ് നോക്കുക. ഓക്കെ, എനിക്ക് ഈ ഒരു സൈഡിൽ ഒരു പോസ്റ്റർ വരണമെന്ന് വിചാരിക്കുക. നമ്മൾ പ്രീമിയറിന്റെ ക്ലാസ്സിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഷോട്ടിലെ TV സ്ക്രീൻ എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്ന് കാണിച്ചിരുന്നു. കോർണർ യൂസ് ചെയ്താണ് നമ്മൾ അത് ചെയ്തത്. ഇവിടെ ഈ വീഡിയോയിലേക്ക് വരുമ്പോൾ ഇതൊരു സ്റ്റാറ്റിക് ഷോട്ട് അല്ല, മൂവ്മെന്റ് ഉള്ള ഒരു ഷോട്ടാണ്. ഇങ്ങനൊരു ഷോട്ടിൽ ഒരു സബ്ജക്റ്റിന്റെ പ്ലെയിനോ അല്ലെങ്കിൽ ഒരു TV സ്ക്രീനോ ഒക്കെ എങ്ങനെ നമ്മൾ റീപ്ലേസ് ചെയ്യുമെന്ന് നോക്കാം. നോർമലി സർഫസ് ട്രാക്കിംഗ് എന്നൊരു മെത്തേഡ് യൂസ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കിവിടെ ഓൾറെഡി ട്രാക്കറിൽ ട്രാക്ക് മോഷൻ എന്ന ഓപ്ഷനിൽ 4 പോയിന്റ് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു സിംഗിൾ ട്രാക്ക് പോയിന്റ് യൂസ് ചെയ്ത് ട്രാക്ക് ചെയ്യുന്നത് കാണിച്ചു. ട്രാക്ക് ടൈപ്പ് ട്രാൻസ്ഫോം യൂസ് ചെയ്താണ് നമ്മൾ ചെയ്തത്. ഇവിടെ തന്നെ വേറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഇതിൽ പെർസ്പെക്റ്റീവ് കോർണർ പിൻ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്ത് നമുക്ക് 4 പോയിന്റ് ട്രാക്കിംഗ് ചെയ്യാവുന്നതാണ്. പക്ഷേ ചില ഫുട്ടേജസിൽ നമുക്ക് അത് അത്ര ആക്യുറേറ്റ് റിസൾട്ട് തരണമെന്നില്ല. ഉദാഹരണത്തിന് മോഷൻ ബ്ലർ ഉള്ള ഫുട്ടേജ് ആയിരിക്കും. കുറച്ചുകൂടി ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഷോട്ടുള്ളോ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൽ മോഷൻ ബ്ലർ വരും. അങ്ങനെ മോഷൻ ബ്ലർ വന്നു കഴിയുമ്പോഴത്തേക്കും ട്രാക്ക് പോയിന്റ്സും കാര്യങ്ങളൊന്നും അത്ര വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, അത്തരം സിറ്റുവേഷൻസിൽ ഇത് നമുക്ക് അത്ര നല്ല റിസൾട്ട് തരില്ല. നമ്മൾ മാനുവലി കുറെ ഫ്രെയിംസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കുറെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ട് ഇത് മാറും. ഓക്കെ, ഇവിടെ ആഫ്റ്റർ എഫക്ട്സിൽ ബിൽഡിൻ ആയിട്ടുള്ള ഒരു പ്ലഗിൻ ഉണ്ട്, മോക്ക എന്ന് പറയും. മോക്ക ഒരു സെപ്പറേറ്റ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതിൽ റോട്ടോസ്കോപ്പിംഗും 3D ട്രാക്കിംഗും 2D ട്രാക്കിംഗ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ആഫ്റ്റർ എഫക്ട്സിൽ അത് ബിൽഡിൻ ആയിട്ട് ഉണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ട്രാക്കർ ഡിലീറ്റ് ചെയ്യാണ്. ഇവിടെ എഫക്റ്റില് ബോർഡ്സ് എഫക്ട്സ് മോക്ക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ മോക്ക AE എന്ന് പറയുന്ന ഒരു എഫക്റ്റും കാണാം. ജസ്റ്റ് ഞാനത് അപ്ലൈ ചെയ്യാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം. ഇത് വേറെ ഒന്നുമല്ല, മോക്കയുടെ വിൻഡോയിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനാണ്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തതിനു ശേഷം മോക്ക സ്റ്റാർട്ട് ആവും. ഇതാണ് മോക്കയുടെ വിൻഡോ. നമ്മുടെ ഫുട്ടേജ് ഇവിടെ കാണാം. ഇതിന്റെ ഒരു ഇന്റർഫേസിൽ ടൈം ലൈൻ ഇതാണ്. പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ടൂൾസും കാര്യങ്ങളെല്ലാം കാണാം. ഞാനിപ്പോൾ ജസ്റ്റ് സർഫസ് ട്രാക്കിംഗ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേറെയും പല കാര്യങ്ങൾക്കും മോക്ക യൂസ് ചെയ്യാം. സർഫസ് അല്ലാതെ വേറെയും എന്തെങ്കിലും ഒബ്ജക്ട്സ് ട്രാക്ക് ചെയ്യാൻ യൂസ് ചെയ്യാം, 3D ട്രാക്ക് ചെയ്യാൻ യൂസ് ചെയ്യാം, എന്തെങ്കിലും ഒരു സബ്ജക്ട് റോട്ടോ ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് യൂസ് ഉള്ള ഒരു പ്ലഗിൻ ആണത്. ഞാനിപ്പോൾ ജസ്റ്റ് സർഫസ് ട്രാക്കിംഗ് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ടൂൾസ് കാണാം. ഇതിൽ ആദ്യത്തെ 1-2 ടൂൾസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, കാരണം അതിന്റെ ഐക്കൺ കണ്ടാൽ അറിയാം അതെന്തിനാണ് യൂസ് ചെയ്യുന്നുള്ളത്. ഹാൻഡ് ടൂൾ ഉണ്ട്, സൂം ടൂൾ ഉണ്ട്, പിക് ടൂൾ ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൂൾസ് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ളതുണ്ട്. നമുക്കിവിടെ വേണ്ടത് ക്രിയേറ്റ് എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സർഫസ് സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. ട്രാക്ക് ചെയ്യേണ്ട ഒരു സർഫസ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു സർഫസ് ആണ് ട്രാക്ക് ചെയ്യാൻ എനിക്ക് വേണ്ടത്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പ്ലെയിൻ വരയ്ക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലെയിൻ കാണാം. ഞാൻ ജസ്റ്റ് സൂം ചെയ്യാനായിട്ട് കീബോർഡിൽ Z ബട്ടൺ ക്ലിക്ക് ചെയ്തു. മൗസ് ക്ലിക്ക് ചെയ്ത് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോൾ എനിക്ക് സൂം ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് സൂം ചെയ്തു. അതിനുശേഷം ഇതൊന്ന് പെർഫെക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാണ്. ഈ ടാൻജൻസ് ഒക്കെ നമ്മൾ പെൻ ടൂൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഷാർപ്പ് ചെയ്യാനും കർവ് ചെയ്യാനും യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഷാർപ്പ് ചെയ്തു. അതിനുശേഷം ഒരു പോയിന്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ആഫ്റ്റർ എഫക്ട്സിന്റെ ട്രാക്കിംഗ് പോയിന്റ്സ് കളേഴ്സ് യൂസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നത് അങ്ങനെയല്ല. സർഫസിന്റെയും പിന്നെ പെർസ്പെക്റ്റീവ് എലമെന്റ്സ് ഒക്കെ നോക്കിയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് എനിക്ക് വേണ്ട പ്ലെയിൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനുശേഷം ചെയ്യേണ്ടത് ഇവിടെ ട്രാക്ക് മോഷൻ ഓപ്ഷൻസ് എന്ന് പറയുന്ന കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇവിടെ ട്രാൻസ്ഫോം, സ്കെയിൽ, റൊട്ടേറ്റ്, സ്ക്യൂ, പെർസ്പെക്റ്റീവ് എന്നുള്ള ഓപ്ഷൻ കാണാം. പെർസ്പെക്റ്റീവ് ഓൺ ആക്കുക, കാരണം നമുക്ക് വേണ്ടത് ഈ ഒരു പെർസ്പെക്റ്റീവിൽ ഈ ഒരു സർഫസ് ട്രാക്ക് ചെയ്തെടുക്കാനാണ്. അതുകൊണ്ട് പെർസ്പെക്റ്റീവ് ഓൺ ആക്കുക. അതിനുശേഷം ഇവിടെ ഷോ പ്ലാനാർ സർഫസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ രസം എന്ന് പറയുന്ന ഐക്കൺ കണ്ടോ? ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോക്സ് കാണാം. കണ്ടോ? ഈ ഒരു ബോക്സിലായിരിക്കും നമ്മുടെ സബ്ജക്റ്റ് വരാം. അതുകൊണ്ട് ഈ ഒരു ബോക്സ് എക്സാക്ട് ആയിട്ട് പ്ലേസ് ചെയ്യേണ്ടതാണ്. ഏകദേശം ആ ലെങ്ത്തിലും വിഡ്ത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. എനിക്കിപ്പോ ഈ ഫുട്ടേജിൽ ഇത്രയും വലിയ സ്പേസിലല്ല എനിക്ക് പോസ്റ്റർ വേണ്ടത്. എന്റെ പോസ്റ്റർ 1:1 റേഷ്യോയിലുള്ള ഒരു പോസ്റ്ററാണ്. ഏകദേശം ഇവിടം തൊട്ട് ഇവിടം വരെ മതിയാകും. ഓക്കെ, ഞാനപ്പോ ഈ ഒരു പോർഷൻ മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഞാൻ ആ ബോക്സിന്റെ പോയിന്റിൽ നിന്ന് എടുത്ത് വേണ്ട പൊസിഷനിലേക്ക് വെച്ചു. അടുത്ത പോയിന്റ് എടുത്തു, അതും പൊസിഷനിൽ വെച്ചു. അങ്ങനെ 4 പോയിന്റ്സും വേണ്ട പൊസിഷനിലേക്ക് വെക്കുക. കീബോർഡിൽ Z പ്രസ് ചെയ്തതിനു ശേഷം മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം അത് കുറച്ചും കൂടി കറക്റ്റ് ആക്കി വെക്കുക. X പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാൻഡ് ടൂൾ യൂസ് ചെയ്യാം.
ഓക്കെ, ഇനി നമുക്ക് ട്രാക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ട്രാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ബാക്ക്വേർഡ് ട്രാക്ക് ഉണ്ട്, ഫോർവേഡ് ട്രാക്ക് ഉണ്ട്, സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലുള്ളതുകൊണ്ട് ഫോർവേഡ് ട്രാക്ക് ചെയ്യാണ്. ഇവിടെ ഒരു ലെയറും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. നമ്മൾ ഒരുപാട് സബ്ജക്റ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലെയേഴ്സ് ബേസ് ചെയ്തായിരിക്കും വർക്ക് ചെയ്യുക. ഒരു സർഫസിന് ഒരു ലെയർ വെച്ചോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ സർഫസുകൾക്ക് ഒരു ലെയർ വെച്ചോ ഒക്കെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഒരൊറ്റ സബ്ജക്റ്റും ഒരൊറ്റ സർഫസും ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ലെയർ 1 തന്നെ കൊടുക്കുകയാണ്. നമുക്ക് അഡീഷണൽ ലെയേഴ്സും കാര്യങ്ങളൂടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ട്രാക്ക് കൊടുക്കുകയാണ്. കണ്ടോ, ഓട്ടോമാറ്റിക്കലി അത് ട്രാക്ക് ആവുന്നുണ്ട്. ഓക്കെ, ട്രാക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഗ്രിഡിന്റെ ഓപ്ഷൻ കണ്ടോ, ഇത് ഷോ പ്ലാനർ ഗ്രിഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രിഡ് കാണാം. നിങ്ങൾ ഏത് പെർസ്പെക്റ്റീവിലാണോ വെച്ചിരിക്കുന്നത് ആ ട്രാക്കിംഗ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡാണത്. ഇനി ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഗ്രിഡ് ഇരിക്കുന്ന പ്ലെയിനിലായിരിക്കും നമ്മുടെ സബ്ജക്റ്റ് വരാം. ആ ഗ്രിഡിന് എന്തെങ്കിലും മൂവ്മെന്റ്സോ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് ചേഞ്ചോ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ട്രാക്കിംഗ് അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് കിട്ടിയതുകൊണ്ട് വലിയ ചേഞ്ചസും കാര്യങ്ങളൊന്നും വരില്ല. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ആ ഗ്രിഡിന് വലിയ ചേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. ഗ്രിഡ് അവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് സേവ് ചെയ്യാം. ഇവിടെ ഒരു സേവിന്റെ ഐക്കൺ ഉണ്ട്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. സേവ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫയലിൽ നിന്നും സേവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മോക്ക വിൻഡോയിലെ ഏകദേശം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി ഇവിടെ ട്രാക്കിംഗ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം കാണാം. നമ്മൾ സേവ് ചെയ്ത ട്രാക്കിംഗ് ഡാറ്റ കാര്യങ്ങളെല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. ജസ്റ്റ് അത് പ്രസ് ചെയ്യുക. അതിനുശേഷം ഏത് ലെയർ ആണ് എന്ന് നമ്മളോട് ചോദിക്കും. നമ്മുടെ ആകെ ഒരൊറ്റ ലെയർ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ആ ലെയർ 1 കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു കോർണർ ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണാം. കണ്ടോ, ഇവിടെ ആയിട്ടായിരിക്കും നമ്മുടെ പോസ്റ്റർ വരാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു സോളിഡ് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ലെയേഴ്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ സോളിഡ്, അതിന്റെ വിഡ്ത്തും ഹൈറ്റ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് 1:1 റേഷ്യോ ഉള്ള ഒരു പോസ്റ്റർ ആയതുകൊണ്ട് ഞാൻ ഇതിന്റെ വിഡ്ത്തും കാര്യങ്ങളെല്ലാം സെയിം ആയിട്ട് കൊടുത്തു. കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഡിഫോൾട്ട് ആയിട്ടുള്ള കളറിൽ കൊടുക്കുകയാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഒരു റെഡ് സോളിഡ് വന്നു. കണ്ടോ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സോളിഡ് പ്രീകമ്പോസ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഈ സോളിഡ് പ്രീകമ്പോസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ട്രാക്ക് ചെയ്ത ഡാറ്റ ഈ ഒരു സോളിഡിലേക്കായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു സോളിഡ് ആ പൊസിഷനിൽ വന്ന് നിൽക്കും. ഈ ഒരു സോളിഡിന് പകരം നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോസ്റ്ററോ ഇമേജോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങളൊരു സോളിഡ് ക്രിയേറ്റ് ചെയ്ത് അതിനെ പ്രീകമ്പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ലീവ് ഓൾ ആട്രിബ്യൂട്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, മൂവ് ഓൾ ആട്രിബ്യൂട്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ലീവ് ഓൾ ആട്രിബ്യൂട്ട്സ് ആണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് ലീവ് ഓൾ ആട്രിബ്യൂട്ട്സ് ഇവിടെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്രീകമ്പോസ് ചെയ്യുമ്പോൾ ഈ ഒരു സോളിഡിന്റെ വിഡ്ത്തും ഹൈറ്റും എത്രയാണോ അതേ ഹൈറ്റിൽ തന്നെ ഈ ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ആവാൻ വേണ്ടിയാണ്. മൂവ് ഓൾ ആട്രിബ്യൂട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മെയിൻ കോമ്പോസിഷന്റെ സൈസിലേക്ക് ഈ ഒരു കോമ്പോസിഷന്റെ വിഡ്ത്തും ഹൈറ്റ് എല്ലാം ചേഞ്ച് ആവും. ഓക്കെ, നമുക്ക് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ലീവ് ഓൾ ആട്രിബ്യൂട്ട്സ് കൊടുത്തു. നെയിം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നെയിം ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതൊരു പ്രീ കോമ്പോസിഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രാക്കിംഗ് ഡാറ്റ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ട്രാക്കിംഗ് ഡാറ്റ ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് നമ്മൾ ട്രാക്ക് ചെയ്ത വീഡിയോ സെലക്ട് ചെയ്യുക, യു പ്രസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കീ ഫ്രെയിംസും കാര്യങ്ങളെല്ലാം കാണാം. അതിനുശേഷം ജസ്റ്റ് എ പ്രസ് ചെയ്ത് അതിന്റെ ആങ്കർ പോയിന്റ് സെലക്ട് ചെയ്യുക. അതിന്റെ ആങ്കർ പോയിന്റ് വാല്യൂ എടുക്കുക. നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന വിഷ്വലിന്റെ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഇമേജിന്റെയോ അല്ലെങ്കിൽ ആ പ്രീ കോമ്പോസിഷന്റെയോ ആങ്കർ പോയിന്റ് വാല്യൂ കൂടി എടുക്കുക. രണ്ടും രണ്ട് വാല്യൂ ആണ്. നമുക്കിവിടെ രണ്ടിന്റെയും ആങ്കർ പോയിന്റ് വാല്യൂ ഈക്വൽ ആയിട്ട് വരണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് ആയിട്ട് അവിടെ പ്ലേസ് ആവുള്ളൂ. ഞാൻ ജസ്റ്റ് ഈ ആങ്കർ പോയിന്റ് വാല്യൂയിൽ ക്ലിക്ക് ചെയ്തു, Ctrl+C യൂസ് ചെയ്ത് കോപ്പി ചെയ്തു. അതിനുശേഷം നമ്മുടെ കോമ്പോസിഷന്റെ ആങ്കർ പോയിന്റ് സെലക്ട് ചെയ്തു, Ctrl+V പേസ്റ്റ് ചെയ്തു. ഇപ്പോൾ വാല്യൂസ് രണ്ടും സെയിം ആയി. ഇത് കുറച്ചൊന്നും മൂവ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ലെയർ സെലക്ട് ചെയ്യുക. ഇവിടെ താഴെയായിട്ട് ലെയർ എക്സ്പോർട്ട് ടു എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ കോർണർ പിൻ ആയിട്ടായിരിക്കും എക്സ്പോർട്ട് ആവുക. അത് നിങ്ങൾക്ക് കോർണർ പിൻ സപ്പോർട്ട് മോഷൻ ബ്ലർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ട്രാൻസ്ഫോം എന്നൊരു മോഷൻ ഉണ്ട്. കോർണർ പിൻ സപ്പോർട്ട് മോഷൻ ബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി മോഷൻ ബ്ലറുള്ള വീഡിയോസിനെ പറ്റി പറഞ്ഞില്ലേ, അത്തരം വിഷ്വൽസിൽ ബ്ലെൻഡ് ആയി നിൽക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ. നമ്മുടെ കയ്യിൽ ഇപ്പൊ അത്ര വലിയ മോഷൻ ബ്ലർ ഇല്ലാത്തതുകൊണ്ടും ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ആയതുകൊണ്ടും ഡിഫോൾട്ട് ആയിട്ടുള്ള കോർണർ പിന്നിൽ തന്നെ ഞാൻ കൊടുക്കുകയാണ്. നിങ്ങളുടെ വിഷ്വൽ കുറച്ച് ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോഷൻ ബ്ലർ ഉള്ള ഒരു വിഷ്വൽ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ലെയർ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്നുള്ളത് മാറ്റി നമുക്ക് വേണ്ട ലെയർ അല്ലെങ്കിൽ വേണ്ട കോമ്പോസിഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ലെയേഴ്സിൽ ആകെ 2 ലെയേഴ്സേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ 2 ലെയേഴ്സ് കാണിച്ചിരിക്കുന്നത്. അതിൽ ഞാൻ നമുക്ക് വേണ്ട കോമ്പോസിഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ സോഴ്സ്, മാസ്ക്, എഫക്ട്സ് എന്ന കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇതെല്ലാം യൂസ് ചെയ്യുന്നത് ഓരോ പർട്ടിക്കുലർ സിറ്റുവേഷൻസിലാണ്. നമ്മൾ റോട്ടോസ്കോപ്പിംഗ് ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സമയത്താണ് മാസ്കും എഫക്ട്സ് ആൻഡ് മാസ്കും ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് സോഴ്സിൽ തന്നെ കൊടുത്തു. അതിനുശേഷം അപ്ലൈ എക്സ്പോർട്ട് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കോമ്പോസിഷൻ നമുക്ക് വേണ്ട പ്ലേസിലേക്ക് മൂവ് ആയിട്ടുണ്ട്.
കണ്ടോ? നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി എന്തുകൊണ്ടാണ് ഒരു സാധാ ലെയറിലേക്ക് ഇത് അപ്ലൈ ചെയ്യാതെ ഒരു സോൾഡ് ക്രിയേറ്റ് ചെയ്ത് ഒരു കോമ്പോസിഷന്റെ ഉള്ളിലേക്ക് വെച്ചതെന്ന് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഈ കോമ്പോസിഷന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ എനിക്കിവിടെ എന്ത് ചേഞ്ചസ് വരുത്തിയാലും, ഇവിടെ പുതിയൊരു സബ്ജക്റ്റ് ആഡ് ചെയ്യണോ, ഒരു വീഡിയോ ലെയർ ആഡ് ചെയ്യണോ, അല്ലെങ്കിൽ എനിക്ക് ഫുട്ടേജ് വേറെ സ്ഥലങ്ങളിൽ യൂസ് ചെയ്യേണ്ട സമയത്ത് വേറെ പോസ്റ്റേഴ്സ് റീപ്ലേസ് ചെയ്യണമെങ്കിലോ ഈ പ്രീ കോമ്പോസിഷന്റെ ഉള്ളിൽ വന്ന് ചേഞ്ച് ചെയ്താൽ മതിയാകും. ഞാനിപ്പോൾ ഇവിടെ ഒരു പുതിയ പോസ്റ്റർ ആഡ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഒരു പോസ്റ്റർ കോമ്പോസിഷന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു, പ്ലേസ് ചെയ്തു. അതിനുശേഷം നമ്മുടെ മെയിൻ കോമ്പോസിഷനിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ, അത് അവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഇനി ഇത് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോസ്റ്റർ അവിടെ കാണാം. ഓക്കെ, ഇനി ആ കോർണർ പിന്നിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സോ കാര്യങ്ങളോ വരുത്തണമെന്ന് വിചാരിക്കുക. ജസ്റ്റ് ആ കോർണർ പിൻ സെലക്ട് ചെയ്യുക. 4 പോയിന്റ്സ് നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് സൂം ചെയ്തതിന് ശേഷം ആ കോർണർ പിൻസ് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഈ കോർണർ പിൻസിന്റെ കീസും കാര്യങ്ങളെല്ലാം ഇവിടെ കാണിച്ചു തരാം. കണ്ടോ, ചെറിയ എന്തെങ്കിലും ചെറുക്കോ കാര്യങ്ങളോ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം മാനുവലി ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു കോമ്പോസിഷന്റെ ഉള്ളിൽ ഞാൻ ഈ ഒരു പോസ്റ്റർ മാറ്റി വേറെ പോസ്റ്ററോ വീഡിയോയോ എന്ത് വെച്ചാലും അത് ഇവിടെ റീപ്ലേസ് ആയിക്കോളും. ഓക്കെ, ഈ ഒരു വിഷ്വൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇത് സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ബ്ലെൻഡിങ് മോഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അതിൽ വേണ്ട ബ്ലെൻഡിങ് മോഡ്സ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ പ്ലെയിൻ സർഫസ് അല്ലാത്തതുകൊണ്ടും ഇവിടെ ഇത്തരം വിൻഡോസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് സ്ക്രീനോ ആഡോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ അത്തരം സിറ്റുവേഷൻസിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഫുട്ടേജിന്റെ രീതിയിലുള്ള കുറച്ച് കളർ മാച്ചും കാര്യങ്ങളും ചെയ്തെടുക്കും. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിത് കുറച്ചൊന്ന് ബ്ലർ ചെയ്യാണ്. എഫക്ട്സിൽ ബ്ലർ ഒന്ന് സെർച്ച് ചെയ്യുക. ക്യാമറ ലെൻസ് ബ്ലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡയറക്ഷനിലോ ഗോഷ്യൻ ബ്ലറോ യൂസ് ചെയ്യാവുന്നതാണ്. ബ്ലർ റേഡിയസും കാര്യങ്ങളെല്ലാം ഞാൻ കുറച്ച് ചേഞ്ച് ചെയ്യാണ്. ഇനി കുറച്ച് കളർ മാച്ചും കാര്യങ്ങളും ചെയ്തെടുക്കാനുണ്ട്. നമുക്കിവിടെ ലിമിറ്ററി കളർ അവൈലബിൾ ആണ്. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളെല്ലാം വരുത്തുക. ഞാനിപ്പോൾ കുറച്ച് കളർ ചേഞ്ചും കാര്യങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സർഫസ് ട്രാക്കിംഗ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത്രയും വലിയ സ്പേസ് എന്നല്ല, ഈ ഒരു ചെറിയ വിൻഡോ വരെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു സർഫസ് ട്രാക്കിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് പോസ്റ്റേഴ്സും ഫ്ലെക്സും കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്, വേറെയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കൂടുതലായിട്ടും നമുക്ക് യൂസ് ചെയ്യുന്നത് ഇത്തരം ബാനേഴ്സും ആഡ് ബോർഡ്സ് എല്ലാം റീപ്ലേസ് ചെയ്യാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തത്. ഓക്കെ.